റീസെന്റ് ട്രെൻഡ്സ് ഇൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള എന്നതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പെക്സ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ പ്രധാനപ്പെട്ട അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഒന്നാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ്. മറ്റുള്ളവയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ, Kerala State Cooperative Housing Federation, Kerala State Federation of SC/ST Development Cooperatives, Kerala Cooperative Milk Marketing Federation, Kerala State Cooperative Consumer Federation, Kerala State Handicraft Apex Cooperative Society, Handicraft Cooperative Society, Kerala State Cooperative Kayar Marketing Federation, KayarFed, Kerala State Cooperative Rubber Marketing Federation, Rabco Bolla, Kerala Kera Karshaka Sahakarana Federation, Kerala State Women Cooperative Federation, Kerala State Sericulture Cooperative Federation, Kerala State Handloom Weavers Cooperative Society Limited, Kerala State Cashew Workers Apex Industrial Cooperative Society Limited, Kerala State Cooperative Federation for Fisheries Development, Kerala State Cooperative Marketing Federation, MarketFed, Kerala State Cooperative Textile Federation, TextFed. ഇങ്ങനെ 18ഓളം അപ്പെക്സ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കേരളത്തിലുള്ളത്. അതിൽ പുറമെ 14 ജില്ലകളിലായിട്ട് കേരള ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. നിലവിൽ ഇപ്പോൾ അത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അല്ല, സ്റ്റേറ്റ് ബാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ കേരള ബാങ്ക് എന്ന പേര് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള കണക്കനുസരിച്ച് 24,675 പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ 12,999 എന്താണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അണ്ടറിൽ വരുന്നതാണ്. 1345 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലും 826 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കയർ ഡിപ്പാർട്ട്മെന്റ് കീഴിലും 2312 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസും 692 ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റീസും 3383 ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും 3118 ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസും ആണുള്ളത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് കേരളത്തിലെ റൂറൽ സേവിങ് എൻകറേജ് ചെയ്യുന്നതിൽ വലിയ സംഭാവന നൽകി. മാത്രമല്ല അത് ലോണ് നൽകിയിട്ടുള്ളത് റൂറൽ എന്ന അർബൻ ഏരിയയിലൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള ആളുകൾക്കാണ്. കോപ്പറേറ്റീവ്സ്, SC/ST പോലുള്ള വീക്കർ സെഷൻസ്, വുമണിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ തിളങ്ങുന്ന ഏറ്റവും മികച്ച സേവനങ്ങളിൽ, മികച്ച സംരംഭങ്ങളിൽ ഒന്നാണ് ഇത്തരം സംരംഭങ്ങളൊക്കെയും. കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ രംഗത്ത്, ഹോസ്പിറ്റൽ രംഗത്ത്, മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇടപെടുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിൽ വ്യത്യസ്തമാക്കുന്ന കേരളത്തിൽ കോപ്പറേറ്റീവ് യൂണിയന്റെ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ക്രെഡിറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോപ്പറേറ്റീവ്സിൽ ക്രെഡിറ്റ് സ്ട്രക്ചർ രണ്ടായി തിരിച്ചിരിക്കുന്നുണ്ട്. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം എന്നുള്ളത്, ലോങ് ടേം എന്നുള്ളത് മറ്റൊരു. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം വരുന്നത് നമ്മൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അതിന്റെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ ചേർന്നിട്ടുള്ളതാണ്. ലോങ് ടേം ബാങ്കിന്റെ നമ്മൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ചേർന്നിട്ട് വരുന്ന ലോങ് ടേം സ്ട്രക്ചർ ഉണ്ട്.
നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ കുറിച്ചാണ്. ഈ ബാങ്കിന്റെ പ്രത്യേകത കേരളത്തിൽ ഒരു ലാൻഡ് മോർഗേജ് ബാങ്ക് ആയിരുന്ന 1956 ബാങ്ക് അതിന്റെ പുനർനാമകരണം ചെയ്ത് സ്ഥാപിച്ച ഒരു ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ള ബാങ്ക്. 1956 കേരള കോഓപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് അതിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, catering the long-term agriculture credit needs of the farmers in the state. Is the apex financial institution organized under federal structure, having 63 primary cooperative agriculture and rural development banks. അതിനത്ര 63 പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് അത്രയും താലൂക്കുകളിലായിട്ടുണ്ട്. ഇത്രയും പ്രൈമറി ബാങ്ക്സ് ചേർന്ന് വരുന്ന പ്രൈമറി ബാങ്ക്സും അതിന്റെ സ്റ്റേറ്റ് ലെവൽ ബാങ്കും ചേർന്ന് വരുന്ന ഒരു ഫെഡറൽ സ്ട്രക്ചറിനെയാണ് നമുക്ക് ഈ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവ ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റിന് വേണ്ടി നിലകൊള്ളുന്ന ഒന്നാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അതിന്റെ എയിം എന്ന് പറയുന്നത് ബെറ്ററിംഗ് ദി സോഷ്യൽ സിനാരിയോ ഓഫ് ദി വില്ലേജ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. വില്ലേജിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഉന്നമനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. Philip to streamline the diversify the activity of achieve the prime objective of comprehensive agricultural and rural development. പ്രൈം ഒബ്ജക്റ്റീവ് എന്താണ്? കോംപ്രിഹെൻസീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. റൂറൽ ഡെവലപ്മെന്റ് ആണ്. അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് 1984 ആണ് ഇതിന്റെ ഇനാക്ട്മെന്റ്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിയമ സംരക്ഷണം നൽകുന്നത്. ഈ ബാങ്കിന് നിയമ സംരക്ഷണം നൽകുന്നത്. നിയമപരമായിട്ട് ഇതിന്റെ നിലനിൽപ്പിന് സഹായമായത് ഇനാക്ട്മെന്റ് വന്നത് 1984 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ടിനോട് കൂടിയാണ്. ഇതിന്റെ ഒറിജിനിലേക്ക് പോയി കഴിഞ്ഞാൽ 1931 സ്റ്റേറ്റ് ലാൻഡ് മോർഗേജ് ബാങ്കുകൾ ഉണ്ടായിരുന്നു. 1938 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് രൂപീകരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ബാങ്കുകളൊക്കെ ചേർന്ന് കേരള കോഓപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു 1956. അതിന്റെ നെയിം പുനർനാമകരണം ചെയ്തു അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. ലാൻഡ് മോർഗേജ് എന്നുള്ളിടത്ത് എന്ത് ചെയ്തു? അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പുനർനാമകരണം ചെയ്തിട്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന ഇന്നത്തെ ബാങ്കായി മാറുന്നത്. അവിടെ ഒരു ഡൈവേഴ്സിഫൈഡ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ രംഗത്ത്, ഇൻഡസ്ട്രിയൽ സർവീസ് രംഗത്ത്, ബിസിനസ് സെക്ടറിലൊക്കെ. അതിന്റെ നോമൻ കൾച്ചർ മാത്രമാണ് മാറിയിട്ടുണ്ടായിരുന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്നുള്ള മാറി അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കായി മാറുകയാണ് ചെയ്തത്. അത് പേര് മാറുന്നതോടൊപ്പം തന്നെ അതിന്റെ സേവനങ്ങൾ മാറി എന്നുള്ളതാണ്. അതിന്റെ ബേസിക് ഫങ്ഷൻസ് ഓഫ് ഫെഡറൽ ബേസിസ് ഇൻ ദ സ്റ്റേറ്റ് അപെക്സ് ലോങ് ടേം ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അതുകൊണ്ട് തന്നെ 63 പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് താലൂക്ക് ലെവലിലും ചേർന്നുകൊണ്ടുള്ള ഒരു ഫെഡറൽ സ്ട്രക്ചർ ഉള്ള ഒരു ബാങ്കായി മാറി എന്നുള്ളതാണ്. Kerala State Cooperative Agriculture Rural Development Bank, Apex Cooperative Institution registered under Kerala State Cooperative Societies Act 1969. 1969 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ബാങ്കാണ്. 1969 ഇവ രജിസ്ട്രേഷൻ ആക്ട് കൊണ്ടുവരുന്നത്. ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. Its operations regulated by the Kerala State Cooperative Agriculture and Rural Development Bank Act. Kerala State Cooperative Agriculture and Rural Development Act 1984. 1984 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് അനുസരിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്?
കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1984 അനുസരിച്ചാണ് രജിസ്ട്രേഷൻ ഓപ്പറേഷൻസ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന്റെ റൂൾസ് ബൈലോസ് ഫ്രെയിം ചെയ്തത് ഇതനുസരിച്ചാണ്. എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. Mobilize resources for providing long-term loans to primary agriculture and rural development bank. പ്രൈമറി അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സിന് എന്ത് നൽകുക? ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസോഴ്സ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ. ബൈ എങ്ങനെയൊക്കെ? ബൈ ഫ്ലോട്ടേഷൻ ഓഫ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിവെഞ്ചേഴ്സ്. ഒന്നാമത് ചെയ്യുന്ന വെച്ചാൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിവെഞ്ചേഴ്സ് എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ഓഫ് ഓർഡിനറി ഡിവെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ട്. സ്പെഷ്യൽ റൂറൽ ഹൗസിംഗ് ഡിവെഞ്ചേഴ്സ്, പിന്നെ ബൈ വേ ഓഫ് ലോൺസ്. ഓർഡിനറി ഡിവെഞ്ചേഴ്സ്, സ്പെഷ്യൽ റൂറൽ ഹൗസിംഗ് ഡിവെഞ്ചേഴ്സ്, ബൈ വേ ഓഫ് ലോൺസ്. ഇതുവഴിയൊക്കെ എന്ത് ചെയ്യുക? റിസോഴ്സസ് മൊബിലൈസ് ചെയ്തുകൊണ്ട് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്താണ്? രണ്ടാമത്തത് ടു പ്രൊവൈഡ് ലോൺസ് ടു ഇറ്റ്സ് അഫിലിയേറ്റഡ് പ്രൈമറീസ്. അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൈമറീസിന് ലോൺ പ്രൊവൈഡ് ചെയ്യുക. ഫോർ ഇനീഷ്യൽ ലെൻഡിങ് ആയിക്കൊണ്ട്, അല്ലെങ്കിൽ ഇന്ററിംഗ് ഫിനാൻസ് ആയിക്കൊണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ആയിക്കൊണ്ട്, അത് എങ്ങനെ മോർഗേജിലൂടെ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ ഓഫ് ഡിവെഞ്ചേഴ്സിലൂടെ പ്രൊവൈഡ് ലോൺസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷൻ പറയുന്നത് എക്സസൈസ് എഫക്റ്റീവ് ഫിനാൻഷ്യൽ കൺട്രോൾ എന്നുള്ളതാണ്. ഇവർ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൈമറി ബാങ്കിന്റെ ഒക്കെ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടാക്കുക. അത് സെൻട്രൽ ആൻഡ് അപെക്സ് ബാങ്ക് ആയിക്കൊണ്ട്, അത് പവേഴ്സ് അതിന്റെ ബാങ്ക് ആക്ട് അനുസരിച്ചുള്ള പവേഴ്സ് ഉണ്ട്. റൂൾസ് ആൻഡ് ബൈലോസ് അനുസരിച്ച് അവർക്കുള്ള പവേഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കൺട്രോൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. നാലാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് ടു പ്രൊവൈഡ് റിക്വയർഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോഷൻ ആൻഡ് സെൽഫ് ട്രെയിനിങ് സപ്പോർട്ട് ടു ഇറ്റ്സ് അഫിലിയേറ്റഡ് പ്രൈമറീസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രൊമോഷൻ എന്ത് ചെയ്യുക? നൽകുക. സെൽഫ് ട്രെയിനിങ് സപ്പോർട്ട് നൽകുക. ഇൻസ്റ്റിറ്റ്യൂഷനായ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുക. ഇതൊക്കെ അവരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ടു പ്രൊവൈഡ് ഡയറക്റ്റ് ലെൻഡിങ് ടു കോർപ്പറേറ്റ് ബോഡീസ്. കോർപ്പറേറ്റ് ബോഡീസിന് എന്ത് ചെയ്യാതെ ഏതൊക്കെ? കേരള ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ പോലുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പോലുള്ള കോർപ്പറേറ്റ് ബോഡീസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ച കോർപ്പറേറ്റ് ബോഡീസിന് ലെൻഡിങ് നൽകുക, ലോൺ നൽകുക. ഇതൊക്കെ ഇവരുടെ ഫങ്ഷൻസിൽ വരുന്നതാണ്. ഒരു അപെക്സ് ബാങ്ക് എന്നുള്ള നിലക്ക് അവ അതിന്റെ മൊബിലൈസ് റിസോഴ്സ് ചെയ്യും. ഡെപ്പോസിറ്റിലൂടെയാണ് അത് ഫ്രം റൂറൽ ഏരിയാസിലാണ്. ഇതിനു വേണ്ടി ടു പ്രൊവൈഡ് ഓൾ ക്രെഡിറ്റ് നീഡ്സ് ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് ബോറോവർ, അതിന്റെ മെമ്പേഴ്സിനുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട അപെക്സ് ബാങ്കുകളിൽ ഒന്നാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. അതിനെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തത്? മനസ്സിലാക്കിയത്. ഏതൊക്കെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് അപെക്സ് അതോറിറ്റികൾ, അപെക്സ് ബാങ്കുകളും മറ്റ് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ളത് നോക്കാം. അപെക്സ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് നോക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഉണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഒരു 1940s ആരംഭിച്ച ബാങ്കാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത്.
ഇന്നത് കേരള ബാങ്ക് എന്നുള്ള പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അത് പുതിയതായിട്ട് 3 ടയർ സിസ്റ്റം എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. കേരള സ്റ്റേറ്റ് ബാങ്കും കേരള ഡിസ്ട്രിക്ട് ബാങ്കും, സ്റ്റേറ്റ് ബാങ്കിന്റെ കീഴിൽ ഒരു ഡിസ്ട്രിക്ട് ബാങ്ക്, ഡിസ്ട്രിക്ട് ബാങ്കിന്റെ കീഴിലായിട്ട് പ്രൈമറി ബാങ്ക് എന്നുള്ളൊരു 3 ടയർ സിസ്റ്റം ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അത് മാറ്റി 2 ടയർ സിസ്റ്റത്തിലേക്ക് ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡും അതോടനുബന്ധിച്ച് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൈമറി എന്ന ഡിസ്ട്രിക്ട് ബാങ്കും വന്നിട്ടുണ്ട്. ഇപ്പൊ ഡിസ്ട്രിക്ട് ബാങ്കുകളൊക്കെ തന്നെ എന്തായി മാറി? ഡിസ്ട്രിക്ട് ബാങ്കുകളൊക്കെ തന്നെ എന്താക്കി മാറി? സ്റ്റേറ്റ് ബാങ്കിന്റെ കീഴിലുള്ള ബാങ്കുകളായിട്ടും പ്രൈമറി ബാങ്കുകൾ അങ്ങനെ തന്നെ പ്രൈമറി ബാങ്കുകളായിട്ട് നിലനിൽക്കുന്ന രൂപത്തിലായിരിക്കും ഇനി ഉണ്ടാവുക. പ്രൈമറി ബാങ്കും കേരള ബാങ്ക്, സ്റ്റേറ്റ് ലെവലിൽ കേരള ബാങ്ക് എന്നുള്ള 2 ടയർ സിസ്റ്റത്തിലേക്ക് വരാൻ പോകുന്നതാണ്. 2 ടയർ സിസ്റ്റമാണ് ഇനി നിലവിലുണ്ടാവുക. പറഞ്ഞത് ഇതുവരെ 3 ടയർ സിസ്റ്റം എന്നുള്ള രീതിയിൽ ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസ്ട്രിക്ട് ബാങ്കുകൾ ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും പ്രൈമറി ബാങ്ക് എന്നുള്ളതിൻ്റെ ഇടയിൽ ഒരു ഡിസ്ട്രിക്ട് ബാങ്ക് ഉണ്ടായിരുന്നു. ആ ഡിസ്ട്രിക്ട് ബാങ്ക് പോയി ഇനി ആകെ ഉണ്ടാവുക സ്റ്റേറ്റ് ബാങ്കും പ്രൈമറി ബാങ്കും മാത്രമാണ്. അത് 2 ടയർ സിസ്റ്റത്തിലേക്ക് വന്നു എന്ന് മനസ്സിലാക്കുക. കേരള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഒരുപാട് ഹോസ്പിറ്റൽസ് കോപ്പറേറ്റീവ് രംഗത്തുണ്ട്. ഇതിനൊക്കെ ഒരു ഫെഡറേഷൻ ആവശ്യമാണ്. അതിനൊക്കെ അഫിലിയേഷൻ ചെയ്തിട്ടുള്ള ഒരു ഫെഡറേഷൻ ഉണ്ട്. ഹൗസിങ്ങിന്റെ ഒക്കെ ഫെഡറേഷൻ ആവശ്യമാണ്. കുറെ ഹൗസിംഗ് സൊസൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫെഡറേഷൻ ഹൗസിംഗ് ഫെഡറേഷൻ ആവശ്യമാണ്. CST ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ് ഉണ്ട്, അവയുടെയൊക്കെ ഫെഡറേഷൻ ആവശ്യമാണ്. അതിൻ്റെ ഫെഡറേഷൻ നിലവിലുണ്ട്. മിൽക്ക് മാർക്കറ്റിംഗിനുള്ള ഫെഡറേഷൻ, മിൽമ പോലുള്ള സ്ഥാപനങ്ങൾ നമുക്കറിയാം. പിന്നെ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡ് നമുക്കറിയാവുന്നതാണ്. കൺസ്യൂമർ ഫെഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡെക്സ് പോലുള്ള ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ്, ഹാൻഡിക്രാഫ്റ്റ് അപെക്സ് അതോറിറ്റി, ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ഒക്കെ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കയർ ഫെഡ് ഉണ്ട്. റബ്ബറിന്റെ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ട്, റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഉണ്ട്. കേര കർഷക സഹകരണ ഫെഡറേഷൻ ഉണ്ട്. കേരള സ്റ്റേറ്റ് വുമൺ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഉണ്ട്. കേരള സ്റ്റേറ്റ് വുമൺ ആയിട്ടുള്ള വുമൺ കോപ്പറേറ്റീവ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ആ വുമൺ കോപ്പറേറ്റീവ്സിനൊക്കെ ഒരു ഫെഡറേഷൻ ആവശ്യമാണ്. അത്തരത്തിൽ വുമൺ ഫെഡറേഷൻ ഉണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെറികൾച്ചർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഉണ്ട്. പട്ടുനൂൽ കൃഷി, അതുപോലെ വ്യത്യസ്ത ഫാമിംഗ് കോപ്പറേറ്റീവ്സ്, വ്യത്യസ്ത ഫാമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ഫെഡറേഷൻ ഉണ്ട്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ്, ഹാൻഡ്വീവ് കോപ്പറേറ്റീവ്സിന്റെ ഹാൻഡ്വീവ് എന്നറിയപ്പെടുന്ന വീവേഴ്സിന്റെ കോപ്പറേറ്റീവ്സ് ഉണ്ട്. ആ വീവേഴ്സിന്റെ കോപ്പറേറ്റീവ്സിന്റെ അപെക്സ് ആണ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കാഷ്യൂ വർക്കേഴ്സ് അപെക്സ്, കാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ് ഉണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ഉണ്ട്. മാർക്കറ്റ് ഫെഡ്. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റ് ഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ. നമ്മൾ പറഞ്ഞത് കോപ്പറേറ്റീവ് രംഗത്ത്, ബാങ്കിങ് രംഗത്തുള്ള 2 ബാങ്കുകളാണുള്ളത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും മറ്റൊരു ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡും. പിന്നെ ഹോസ്പിറ്റൽ ഫെഡറേഷന്, പിന്നെ ഹോസ്പിറ്റൽ ഫെഡറേഷൻ, ഹൗസിംഗ് ഫെഡറേഷൻ, CST ഡെവലപ്മെന്റ് ഫെഡറേഷൻ, മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കൺസ്യൂമർ ഫെഡറേഷൻ, ഹാൻഡിക്രാഫ്റ്റ് ഫെഡറേഷൻ, കയർ മാർക്കറ്റിംഗ്, റബ്ബർ മാർക്കറ്റിംഗ്, കേര കർഷക സഹകരണ ഫെഡറേഷൻ, വുമൺ കോപ്പറേറ്റീവ്സ്, സെറികൾച്ചർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ, ഹാൻഡ്ലൂം വീവേഴ്സ്, കാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, കാപെക്സ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് ഫെഡറേഷൻ
മാർക്കറ്റ് ഫെഡറേഷൻ ആൻഡ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ. ഇത്രയാണ് അപ്പെക്സ് അതോറിറ്റി ഉള്ളത്.